പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ആദ്യം നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യും. പ്രധാന സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ പോകുന്ന ഒരു സ്തോത്രം ഞങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്ന കർത്താവേ, വൻ കാര്യങ്ങൾ ചെയ്യണം, ക്രോശങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്നിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കണം. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ പ്രിൻസിസ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും പ്രിൻസിസ്റ്റർ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഓൾറെഡി പ്രിൻസിസ്റ്റർ നമുക്ക് വന്നൊരു ടെസ്റ്റ് മണി പറഞ്ഞതാണ്. എന്നാൽ ചില പ്രത്യേക അനുഭവങ്ങൾ കൂടി പിന്നെയും ചില ടെസ്റ്റ് മണികൾ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സിസ്റ്ററെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. അതായത് ഒരു രണ്ടാം ഭാഗം എന്ന് പറയാം. കാരണം ആദ്യം പറഞ്ഞതിലും അപ്പുറമായ അനുഭവങ്ങളിലൂടെ പിന്നെയും തൻ്റെ മകളെ കടത്താൻ നടത്തി. ഇസ്രായേലിൽ നിന്നാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത പ്രിൻസിസ്റ്റർ. ഇസ്രായേലിൽ വർക്ക് ചെയ്യുകയാണ്. ഇസ്രായേൽ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധകാലത്ത് താൻ നേരിട്ട അനുഭവങ്ങളൊക്കെ ഇന്ന് പറയുന്നതാണ്. ഇതൊരു എക്സ്ക്ലൂസീവ് ഒരു സെഷനാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പ്രിൻസിസ്റ്ററെ നമ്മൾ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് മോളെ, സുഖമായിരിക്കുന്നേ? പ്രൈസ് ലോർഡ്. സന്തോഷത്തോടെ. ഇപ്പൊ വെക്കേഷൻ നാട്ടിൽ വന്നില്ലയോ? അതെ ആന്റി, ഇപ്പൊ നാട്ടിലാണ് ഞാൻ. വെക്കേഷൻ 1 month വെക്കേഷൻ ആണോ? അതെ, 1.5 month ഉണ്ട്. ഓക്കെ ഓക്കെ. ഫാമിലിയെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നേരത്തെ നമ്മൾ തീർച്ചയായും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആസാദി ഈ യൂട്യൂബ് ചാനലിൽ ഈ സെക്ഷനില് സൂമില് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന വലിയേറെ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ 2ാമത്തെ തവണയാണ് കർത്താവ് ഇങ്ങനൊരു അവകാശം എനിക്ക് ഒരുക്കി തരുന്നത്. എൻ്റെ പേര് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ പ്രിൻസി. എന്നെ യൂട്യൂബിലും എല്ലാം വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. വിശേഷാല് ദൈവദാസനോടും ആന്റിയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് പ്രിൻസി. ഞാൻ നാട്ടിലെ തിരുവല്ലയ്ക്കടുത്ത് ചെങ്ങന്നൂരിനാണ് എൻ്റെ ഭവനം. എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയാണ്. ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങള്. ഇതിനു മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ, എൻ്റെ ടെസ്റ്റുമണി എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. വീണ്ടും ഒരു തവണ കൂടി കർത്താവ് ഇങ്ങനൊരു അവസരം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. പ്രിയ ദൈവദാസനോടും ആന്റിയോടുമുള്ള സ്നേഹത്തെയും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഞാൻ 1.5 മാസത്തെ വെക്കേഷന് ഞാൻ നാട്ടിൽ കടന്നു വന്നതാണ്. ഞാൻ ഇസ്രയേലില് 7 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കെയർ ഗീവറായിട്ട്. എന്നാൽ ഞാൻ എൻ്റെ യുദ്ധസമയത്ത് കുറച്ച് അനുഭവങ്ങൾ അത് മറ്റുള്ളവർക്ക് എൻകറേജും ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ ആയി തീരട്ടെ. ഒത്തിരി വേദനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഈ ഒരു ടെസ്റ്റ് മണി ആശ്വാസമായി തീരും എന്ന് തന്നെ ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞ അനുഭവമാണെങ്കിലും 2-3 വാചകത്തിൽ ആ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പറയാം കേട്ടോ. കാരണം കാഴ്ചക്കാര്, നമ്മളെ കാണുന്നവർ, പുതിയതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സിസ്റ്ററുടെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ജീവിതാനുഭവത്തിലെ ഇമ്പോർട്ടന്റ് കാര്യം 1-2 മിനിറ്റിൽ നിന്ന് പറയാം. തീർച്ചയായിട്ടും. അത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഒരുപാട് പേര് എന്നെ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ പറയുന്നതിന് മുന്നായിട്ട് തന്നെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു ഗാനം എഴുതുവാൻ സഹായിച്ചു. അതിൻ്റെ 2 വരി പാടിയിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിനാഴങ്ങളിൽ മുറിവുകൾ വന്നപ്പോഴെല്ലാം ചാരയണച്ചു മാർവോടു ചേർത്തു നല്ല സഖിയായി കൂടെയിരുന്നു. ചാരയണച്ചു മാർവോടു ചേർത്തു നല്ല സഖിയായി കൂടെയിരുന്നു. ഹൃദയത്തിനാഴങ്ങളിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ടെസ്റ്റ് മണി പറയാനാണെങ്കിൽ, എൻ്റെ മാതാവിനും പിതാവിനും ഞാൻ 2ാമത്തെ മകളായി ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കര, പ്രോപ്പർ തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഞാൻ പഠിച്ചു. വളർന്നതൊക്കെ നാട്ടിലാണ്. നേഴ്സിംഗ് പഠിച്ചു. അതിനുശേഷം ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് 2009 കടന്നുപോയി. അവിടെ ഒരു 7 വർഷക്കാലം 8 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്യുക. ഡൽഹി UP എന്ന് പറയുന്ന പട്ടണത്തിൽ ഞാൻ ജോലി ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ 2009 ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. പലവിധമായ രോഗങ്ങൾ, എനിക്ക് ചിക്കൻ ബോക്സ് വന്നു, മഞ്ഞപ്പിത്തം വന്നു. എന്നെ ഒത്തിരി അലട്ടിയ ഒരു വേദനയായിരുന്നു മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ഞാൻ കുറേ നാൾ എന്നെ നാട്ടിലൊന്നും വിടാതെ ഞാൻ അഡ്മിറ്റ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഈ ലോകത്തിൽ നിന്ന് ഞാൻ മരണപ്പെട്ടു പോകും, മാറ്റപ്പെട്ടു പോകും എന്ന് കരുതിയ ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവത്തോട് ഒത്തിരി ഉടമ്പടി എടുക്കുവാനും തീരുമാനമെടുക്കുവാനും അതിനനുസരിച്ച് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുവാൻ ഞാൻ കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വിടുതലുകളും സമാധാനവും സന്തോഷവും ഒക്കെ കർത്താവ് ജീവിതത്തിൽ ഒരുക്കി തന്നു. 2011 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2015 ഞങ്ങൾക്കൊരു പെൺതലമുറയെ കർത്താവ് ദാനം തന്നു. അതിനിടയിൽ തന്നെ 2012 ഞങ്ങൾ അവിടെ UP ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 7ാമത്തെ ദിവസം ആരാധനയ്ക്ക് പോകുന്ന ഞങ്ങൾ ഓട്ടോയിൽ പോകുന്ന വഴിക്ക് പകുതി എത്തിയപ്പോൾ ഒരു കാറ് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു. കാറും ഓട്ടോയും കൂടെ കൂട്ടിയിടിച്ചു. അതിലുള്ള 1-2 ഫ്രണ്ട്സ് തെറിച്ചു പോയി. എന്നാൽ എൻ്റെ കയ്യിൽ അതിപ്പോഴും അതിന്റെ പാടുണ്ട്. ഒരു 12 സ്റ്റിച്ച്, കയ്യില് കുറച്ച് മാംസവും തൊലിയെല്ലാം പോവാനിടയായി. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കരുതലും സാന്നിധ്യവും ഒക്കെ കൂടെയിരുന്നു. ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു. ഡൽഹിയുടെ പട്ടണത്തിലായിരുന്നപ്പോഴും ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു. ഓരോ പ്രതിസന്ധികൾ വരും തോറും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. 2015 ഞാൻ ഡൽഹിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. മകളെ ഡെലിവറി ആയതിനു ശേഷം 2017 ഞാൻ എൻ്റെ മെഡിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്രായേലിന് പോകാനുള്ള എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഓക്കെ ആയി. ഞാൻ 2017 മാർച്ച് മാസം ഞാൻ ഇസ്രായേലിന്റെ പ്രദേശത്തേക്ക്, ആ ഒരു രാജ്യത്തേക്ക് വാഗ്ദത്ത പ്രകാരം ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയുവാനാണെങ്കിലുണ്ട്. അങ്ങനെ കടന്നുപോയ സമയത്ത് എനിക്കതിന് മുൻപേ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എനിക്ക് കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു. എന്നോട് ചോദിച്ചു, ഡെലിവറി സിസേറിയൻ ചെയ്യട്ടെ, എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വീണ്ടും അത് കുറവായിരുന്നു. കാരണം ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു. അതിനുശേഷം എനിക്ക് അധികം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടിയിട്ടില്ല. എന്നാൽ എനിക്ക് യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ പനിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു റാഷസോ ഒരു ഡെങ്കു ഫീവർ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്ത് കാരണമാണെന്ന് അറിയത്തില്ല, യാതൊരു ബുദ്ധിമുട്ടോ ഇല്ല. രണ്ടാമത് ഞാൻ 2017 ഞാൻ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ 4 മന്ത് പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാം എന്നെ ഒത്തിരി അത്ഭുതത്തോടെ ഉറ്റുനോക്കി. കാരണം പലപ്പോഴും പ്രഗ്നൻസിയിൽ അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു രാജ്യത്ത് അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പലരെയും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്നോട് വാഗ്ദത്തം പറഞ്ഞു, അതിന് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസവും കൂടാതെ ഞാൻ അവിടെ 9 മാസം ജോലി ചെയ്ത് നാട്ടിൽ വന്ന് ഡെലിവറി ആയി എനിക്കൊരു മകനെ കർത്താവ് ദാനം ചെയ്തു. നാട്ടിൽ വന്നു, ഡെലിവറി കഴിഞ്ഞു. ഞാൻ ഇസ്രായേലിന്റെ രാജ്യത്തേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി പ്രവേശിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ 2017 മുതൽ 2024 വരെ കർത്താവ് അത്ഭുതകരമായി പരിപാലിച്ചു. 7 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുമ്പോൾ അല്പം കുറവാണ്. അവിടെ ഉള്ളവര് പെട്ടെന്ന് എന്നെ ആ ഒരു കണ്ണുകൾ കൊണ്ട് ഉറ്റുനോക്കി. കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് യാതൊരു പ്രശ്നമോ കുഴപ്പമോ ഒന്നുമില്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ്, പക്ഷെ നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 30,000 ഉള്ളായിരുന്നു, വെറും 30,000. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും ശത്രുവായ നോക്കിയെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. കർത്താവെ, എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ ഇനി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങത്തില്ല ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യാനും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ. എന്നാൽ ഞാൻ ഒരു തീരുമാനമെടുത്തു, അതിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് സഹായിച്ചു. വീണ്ടും വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാ, കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നു.
ആ വിധങ്ങൾക്കായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി പേര് എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മണിക്ക് ശേഷം എന്നെ പലരും വിളിച്ചു, സംസാരിച്ചു. എൻ്റെ ടെസ്റ്റ് മണി കേട്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞു ഒത്തിരി ആശ്വാസം തോന്നി, ഒത്തിരി സന്തോഷവും സമാധാനവും തോന്നി എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാസ്റ്ററോടും പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ 2023 ഒക്ടോബർ മാസം 6-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തില് വലിയ 7-ാം തീയതി രാവിലെ 6:30 മണി സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഒരു ദുരന്തം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലെ വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ ഒരു സംഭവം നേരിടുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് 6:30 മണി സമയം, അത് ശബത്ത് ദിവസമാണ്, ശനിയാഴ്ച. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സാധാരണ യുദ്ധമാണെങ്കിൽ 1, 2, 3 മിസൈലുകൾ വന്ന് വീണാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇത് അങ്ങനെയല്ല. ഞാൻ താമസിക്കുന്ന പട്ടണം എന്ന് പറഞ്ഞാൽ ഗാസയ്ക്ക് അടുത്ത് നമ്മുടെ ബൈബിളിൽ പറയുന്ന അഷ്കിലോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് 2 വർഷമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 50-60 പരം മിസൈലുകൾ വന്ന് വീഴുമ്പോൾ നമ്മൾ അത്രയേറെ ഭയപ്പെടേണ്ടതുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് മനസ്സിലായി. എന്തോ വലിയ പ്രയാസം നേരിടുന്നു എന്ന് മനസ്സിലായി. ഒത്തിരി സങ്കടപ്പെട്ടു. വീട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. ഹസ്ബൻഡ്, കുഞ്ഞുങ്ങള്, പേരൻസ് എല്ലാവരെയും വിട്ട് നമ്മൾ പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ഒരു ജീവിതം നമുക്കൊന്ന് ജീവിക്കാൻ വേണ്ടി, നമുക്ക് ജോലി വേണം, എല്ലാ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ കടന്നുപോയത്. എന്നാൽ പെട്ടെന്ന് ഒത്തിരി സങ്കടപ്പെടുത്തുന്ന രീതിയിൽ പ്രയാസങ്ങള് തുടർന്ന് ഓരോ നിമിഷം അരമണിക്കൂർ ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. വലിയ ഒരു ആപത്ത് എല്ലാവർക്കും മനസ്സിലായി. വലിയൊരു ആപത്ത് നേരിടുകയാണെന്ന്. ഗാസയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ മിസൈലുകൾ വീഴുമ്പോഴും നമ്മുടെ ചെവിയിൽ വന്ന് മുഴങ്ങുന്ന അത്ര അതിശക്തമായ ശബ്ദമാണ്. നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു സൈറൻ മുഴങ്ങുമ്പോൾ നമ്മുടെ സേഫ്റ്റി റൂമിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു സമയമുണ്ട്. നമ്മൾ ഓടി നമ്മുടെ സേഫ്റ്റി റൂമിലേക്ക് കയറും. സാധാരണ ഞങ്ങളവിടെ സ്റ്റാഫുമാർക്ക്, ജോലിക്ക് കടന്നു ചെല്ലുന്നവർക്ക് വീട്ടില് ഒരു മുറിയുണ്ട്. അത് നമ്മുടെ ബെഡ്റൂമാണ്. അതാണ് സേഫ്റ്റി റൂം. സേഫ്റ്റി റൂം എന്ന് വെച്ചാൽ മൊത്തം അടച്ച് ഉറപ്പിക്കപ്പെട്ട ഒരു മുറിയാണ്. അത് ഇരുമ്പ് വാതിലുകളും ഇരുമ്പ് ജനലുകളും കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണ്. അവിടെയുള്ള എത്ര മണിമാളിക, വലിയ വീടുകള് എത്ര നശിച്ചു പോയാലും സേഫ്റ്റി റൂം അടച്ച് ഉറപ്പിക്കപ്പെട്ടതാണ്. അത് നശിച്ചു പോകത്തില്ല, എത്ര പഴക്കം ചെന്ന വീടായാൽ പോലും. എന്നാൽ പഴയ കാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പഴയ വീടുകൾക്ക് ഇങ്ങനൊരു ബങ്കർ, സേഫ്റ്റി റൂം അവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റാഫ് പെട്ടെന്ന് തന്നെ ഓടി താഴെ ബങ്കറുകളിലേക്ക്, സേഫ്റ്റി റൂമുകളിലേക്ക്, അടച്ച് ഉറപ്പിക്കപ്പെട്ട മുറികളിലേക്ക് ഓടിപ്പോകും. എന്നാൽ ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി ഞങ്ങൾ അനുഭവിച്ചു. ഒത്തിരി കരയുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കരയുവാനിടയായി തീർന്നു. ഒത്തിരി മീഡിയയിൽ കൂടിയും ദേവദാസനും കുടുംബവും ഒരുപാട് പേര് പറഞ്ഞു. കാരണം ഞാൻ ആ പട്ടണത്തിന് അടുത്തായി, ഗാസയ്ക്ക് അടുത്തായതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ഞാൻ ദൈവത്തിൽ ഒത്തിരി നന്ദിയും കടപ്പാടും ഞാൻ പറയുകയാണ്. എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയും കടപ്പാടും ഞാൻ പറയുകയാണ്. എത്ര പറഞ്ഞാലും മതി വരികയില്ല. കർത്താവ് ഈ വർഷം അവസാനം 2024 ഡിസംബർ മാസം കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആയുസ്സും ആരോഗ്യത്തോടെ ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന്റെ ആ ഒരു ദയക്കായി, വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 121-ാം സങ്കീർത്തനത്തില് കർത്താവ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: യഹോവ നിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ഓരോ സെക്കൻഡുകളും മനസ്സിലാക്കി. നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട് എന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ആ മുറിക്കകത്തുനിന്ന് പുറത്തൊരു നിമിഷം പോലും കടക്കാൻ കഴിയാത്ത വിധമായ പ്രതിസന്ധികള് ഒരു 6 മാസത്തോളം ഞാൻ അനുഭവിച്ചു. ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് കറണ്ട് ഇല്ലാതെ വന്നു. പേഷ്യന്റിനെ നോക്കണം, പേഷ്യന്റിന്റെ ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കണം, സാഹചര്യം നോക്കണം, അതുപോലെ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ നോക്കണം, നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കണം. കറണ്ട് ഇല്ല, അതോടൊപ്പം വെള്ളമില്ല. ഒത്തിരി പ്രയാസത്തിലൂടെ ആ ഒരു ചില മണിക്കൂറുകൾ കടന്നുപോയി. അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് പല കോളുകളും വരാറുണ്ട്. നോർമൽ കോളുകൾ, ആ ലോക്കൽ കോളുകൾ.
ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിനകത്ത് പറയും കോളുകൾ വന്നാൽ അത് എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഡേഞ്ചർ ആണ്. പലരും ആ സമയങ്ങളിൽ നമ്മുടെ ഡോറിൽ വന്ന് മുട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ആ പരിസരത്തും പലയിടങ്ങളിലും ഡോറിൽ വന്ന് മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ അവര് കുത്തിപ്പൊളിച്ച് അവരകത്ത് കയറും. അവരപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലരും അത് ഷെയർ ചെയ്യുകയുണ്ടായി. ആ പരിസരത്ത് ടെററിസ്റ്റുകൾ കടന്നു വരുമായിരുന്നു. കടന്നു വന്ന് രാത്രിയെന്നില്ല പകലെന്നില്ല അവരാക്രമിച്ചിട്ട് പോകും. ഞങ്ങളുടെ കൂടെയുള്ള ഫിലിപ്പീൻസ് ഒത്തിരി സ്റ്റാഫുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നും, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് ജോലിക്കായി കടന്നു വന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒന്ന് രണ്ട് സ്റ്റാഫിനെയൊക്കെ അവര് പിടിച്ചോണ്ട് പോയി. അവരുടെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ച് അവര് ജീവൻ നിലനിർത്താൻ വേണ്ടി, അവരുടെ ജീവൻ സേഫ്റ്റി ആക്കാൻ വേണ്ടി അവരുടെ കയ്യിലുള്ളത് പാസ്പോർട്ടും എല്ലാം കൊടുത്തു. അങ്ങനെ അവരെ കുറെ നാളത്തേക്ക് ഗാസയിൽ കൊണ്ട് അടയ്ക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്തെല്ലാം വളരെ ഭീതിയേറിയ നിമിഷങ്ങളായിരുന്നു. ഞങ്ങൾ ആ ഒരു സാഹചര്യത്തെയൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് മുമ്പോട്ട് പോയത്. എന്റെ അടുത്ത് തന്നെ ജോലി ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു രാത്രിയിൽ ഒരു കോള് വന്ന് എടുത്തില്ല. പെട്ടെന്ന് പുള്ളിക്കാരി ആ കോള് കട്ട് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചു. പോലീസൊക്കെ അപ്പൊ നല്ല അലേർട്ടാണ്. അവരൊക്കെ പെട്ടെന്ന് ഓടി വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വാതിലിൽ വന്ന് മുട്ടിയപ്പോഴേക്കും സ്റ്റാഫ് അദ്ദേഹം ഫ്രണ്ട് പേടിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 3-4-5-6 മാസത്തേക്ക് ഒത്തിരിയേറെ വേദനപ്പെട്ടു. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇടുവിലിരുന്നു, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് കുറച്ച് സമയം നമുക്ക് ടിവിയിലും ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ഇസ്രായേലിലുള്ള ന്യൂസുകൾ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് വേദനപ്പെടുത്തുന്ന രീതിയിലാണ്. എപ്പോഴും നമുക്ക് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്താ പ്രശ്നം, എങ്ങനെയാണ്? കാരണം മിസൈലുകള് നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ പൊങ്ങിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്റെ ജീവിതത്തില് ഒരു വലിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞങ്ങളുടെ മുറിയില് പേഷ്യന്റ് കിടക്കുന്ന മുറിയിലെ ജനല് പാളികൾ പൊട്ടിത്തെറിച്ചു പോയി. ആ ഒരു മിസൈല് വന്ന് വീണ് കഴിയുമ്പോൾ ആ ഒരു ആഘാതത്തില് ജനലിന്റെ പാളികൾ പൊട്ടിപ്പോവുകയുണ്ടായി. തൊട്ടടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ, ഒക്ടോബർ മാസം തന്നെ 7-ാം തീയതി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു വൈകിട്ട് 4 മണി സമയമായപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് നമ്മൾ പുറത്തോട്ട് പോയി. നമ്മുടെ ഫ്ലാറ്റാണ്, 6ാമത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഫ്ലാറ്റിൽ നിന്ന് തലയിട്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റ്, നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ഫ്ലാറ്റ് കത്തുന്നു, പുക വരുന്നതും തീയും ഞാൻ കാണുവാനിടയായി. ഒത്തിരിയേറെ വേദനകൾ തോന്നി. കർത്താവെ, വാക്തത്വപ്രകാരം ഈ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ പ്രതിസന്ധികൾ എന്താ കർത്താവെ, നമുക്ക് ചോദിക്കാൻ അനുവാദമില്ല. എന്നാൽ ഒത്തിരി സങ്കടപ്പെട്ട്, കാരണം ആ ഒരു മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് മരണപ്പെടുന്നു. ഒരുപാട് പേരെ അന്നേരം അവർ പിടിച്ചുകൊണ്ട് പോയി ഗാസയ്ക്കകത്ത് അടയ്ക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും, എത്ര ഉപവസിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായ ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. രാത്രികളിൽ ഉറക്കമില്ല, ആഹാരമോ കഴിക്കാൻ തോന്നുന്നില്ല, കരണ്ടുകളില്ലാത്ത സമയങ്ങൾ, വെള്ളങ്ങളില്ലാത്ത സമയങ്ങൾ, ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിതത്തില് ഒത്തിരി പറയുവാനാണെങ്കിൽ ഒരുപാട് ഇതുവരെ കാണാത്ത പ്രശ്നങ്ങളിൽ കൂടി കർത്താവ് കടത്തിവിട്ടെങ്കിലും അതെല്ലാം ഇന്ന് ഓർക്കുമ്പോൾ ഒത്തിരി നന്മയ്ക്കായിട്ടാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം ഒരിക്കലും ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നാലും പ്രശ്നങ്ങളെക്കാൾ വലുതായി നമുക്കൊരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം ഞാൻ ആന്റിക്ക് തന്നെ ഞാൻ പറഞ്ഞാൽ, ആന്റി ഇവിടെ ഇങ്ങനെ പ്രശ്നമുള്ളപ്പോൾ ആന്റി പറഞ്ഞ് നമുക്ക് ഇതൊരു ടെസ്റ്റ് മണി ആക്കി ഇത് പുറത്തു കൊണ്ടുവരണം, അനേകര് ഇത് അറിയണം എന്താണ് സംഭവം എന്നുള്ളത്. നിശ്ചയമായിട്ടും ഇവിടെ ഇസ്രയേലിലെ ആ ഒരു ചെറിയൊരു രാജ്യമാണ്. ഒരു ചെറിയ മഴ വന്നാല് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ചെറിയൊരു ദുരന്തം ഉണ്ടായാല് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട്, ന്യൂബോൺ ബേബിയെ കൊണ്ട് താമസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വാർദ്ധക്യത്തിലായവരുണ്ട്. ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളായിരുന്നു ആ ഒരു 2023 പറഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തില് ഒത്തിരി വേദനയിൽ കൂടി കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തില് നമുക്കൊന്ന് നമ്മുടെ ഫോണ്
എപ്പോഴും അലേർട്ടാണ്. കാരണം നമുക്ക് സൈറൻ വരുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ സൈറൻ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മുറിക്കകത്ത് കയറി അടച്ചിരുന്നാൽ പുറത്തു വരാൻ അത്രമാത്രം ഭീതി, അത്രമാത്രം പേടിപ്പെട്ടിട്ടുണ്ട് ഓരോ നിമിഷവും. അങ്ങനെ വേദനയിൽ കൂടി കടന്നുപോയി. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന പതുക്കെ 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 പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വരുവാനുണ്ടായി. എന്നാൽ നമ്മൾ ന്യൂസുകൾ കാണുമ്പോൾ നമ്മുടെ കൂടെ പാർത്ത, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സ്റ്റാഫുകളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ കാണുവാനിടയായി. ബങ്കറുകളിൽ അടയ്ക്കപ്പെട്ട് ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ, ഒരു കരണ്ട് പോലും ഇല്ലാതെ ഇരുട്ടത്ത് കിടക്കുന്ന ഒരു അവസ്ഥ. ഒത്തിരി പേര് അങ്ങനെ പ്രയാസപ്പെട്ടു. ഫോണ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ദിവസങ്ങൾ കടന്നുപോയി. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഗാസയിൽ അടയ്ക്കപ്പെട്ട വ്യക്തികളെ നോക്കുമ്പോൾ അവർക്ക് ആഹാരമില്ല, നല്ല ബാത്റൂമുകളില്ല, കിടപ്പാടമില്ല, അവരെ ഉപദ്രവിക്കുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന വ്യക്തികളെ പോലും അവര് വെറുതെ വിടുന്നില്ല, അവർ ഉപദ്രവിക്കുകയാണ്, അവര് മെഡിസിൻ ഒക്കെ കൊടുത്ത് മയക്കി അവർ കൊല്ലുകയാണ്. നമ്മൾ ഇതൊക്കെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉറപ്പിക്കുന്നു. ആ പട്ടണത്തിൽ അത്രമാത്രം ആ ഒരു കഠിന ശോധനയിൽ കൂടി കടന്നു പോകുമ്പോഴും തളർന്നു പോകാൻ ആ പട്ടണത്തില് ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഓരോരുത്തരും നമ്മളെ വിളിച്ച് അന്വേഷിച്ച്, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡുണ്ടോ, നിങ്ങൾക്ക് വെള്ളമുണ്ടോ, കറണ്ട് ഉണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നോ, ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയും നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും ദൈവദാസന്മാരും ഓരോ നമ്മുടെ വിശ്വാസികളും ഒക്കെ നമുക്ക് ഒത്തിരി ആശ്വാസ വാക്കുകൾ നമ്മുടെ നാട്ടിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും അതൊക്കെ ഭയങ്കര ഒരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് നൽകിയിട്ടുണ്ട്. പറയുവാനാണെങ്കിൽ ആ ഒരു 5-6 മാസം നമ്മുടെ ജീവിതത്തില് ഉറക്കങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട സമയങ്ങളാണ്. കാരണം മിസൈലുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിനകത്ത് ഒത്തിരി ഭാരം, വേദനകള്. നാട്ടിലെ സംബന്ധിച്ച് എന്റെ ഹസ്ബൻഡും എന്റെ പിതാവൊക്കെയും നമ്മളെ ഒത്തിരി ബലപ്പെടുത്തി. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഒത്തിരി സപ്പോർട്ട്, വീട്ടിൽ നിന്നൊക്കെയും ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല സ്റ്റാഫുകളും കുറെ വർഷങ്ങളായതുകൊണ്ട് അവർക്കൊക്കെ പേടിച്ച് ഡിപ്രഷനായി ഇവിടുന്ന് ആ രാജ്യത്ത് നിന്ന് തന്നെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോവുകയുണ്ടായി. പലരും അത്ര സപ്പോർട്ടല്ല, ഇനി അവിടെ നിൽക്കേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാകും, മരണപ്പെടും എന്നൊക്കെ ഭീതിപ്പെടുത്തി പലരും പല സ്റ്റാഫുകളും അവിടുന്ന് നാട്ടിലേക്ക് പോവുകയുണ്ടായി. എന്നാല് പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ 1 വർഷത്തോളമായി. ഒക്ടോബർ മാസം 2024 ഒക്ടോബർ ആയപ്പോ 1 വർഷം, ഇതിപ്പം ഡിസംബർ ആയി, 1 വർഷത്തോളം കഴിഞ്ഞു. എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവം ഞങ്ങളെ അവിടെയൊക്കെ അത്ഭുതകരമായി പരിപാലിക്കുന്നു. ഞാന് ഈ നവംബറിൽ നാട്ടിലേക്ക് വരാൻ ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഫ്ലൈറ്റ് മൂവ് ആയി തുടങ്ങിയപ്പോൾ പലർക്കും അലാറം വന്നു ഫോണിനകത്ത്. അന്ന് ഞങ്ങള് 3 മണിക്ക് 2:50 മൂവ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 12:45 ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തു. ഞങ്ങൾ അബുദാബി വഴിയാ വന്നത്. അബുദാബിയിൽ എത്തിയപ്പോൾ പലരും മെസ്സേജ് അയച്ചു, നിങ്ങൾ അവിടെ എത്തിയോ, സേഫ് ആണോ? കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ അവിടെ എയർപോർട്ടിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഒരു കുറച്ച് മണിക്കൂറേക്ക് നമ്മുടെ എയർപോർട്ടൊക്കെ അടച്ചിടുവാനിടയായി. അവിടെയും ദൈവത്തിന്റെ കരുതൽ കൂടെയിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഗാസയിൽ അടയ്ക്കപ്പെട്ട ഒരുപാട് പേര്, നല്ല ആഹാരമോ നല്ല വസ്ത്രമോ ഒന്നുമില്ലാതെ ഒരുപാട് പേര് ഇപ്പോഴും വേദനയിൽ കൂടി കടന്നു പോകുന്നു. അവരുടെ പേരൻസ്, അവരുടെ കുഞ്ഞുങ്ങൾ പലരും ഇപ്പോഴും അവരുടെ ആൾക്കാർ അവിടെ അതിനകത്തുള്ളത് കൊണ്ട് ഇപ്പോഴും അവരും വേദനയിൽ കൂടി കടന്നു പോകും. ഞങ്ങളുടെ ആൾക്കാരെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ന്യൂസിലെ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഗാസയിൽ ഒരു ഹോസ്പിറ്റൽ ഫുള്ളും നശിച്ചു, ലെബനോൻ ഫുള്ളും നശിച്ചു. എല്ലാം നമ്മുടെ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോൾ അവസാനിക്കും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ കരുതലും സാന്നിധ്യവും എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയാണ് ആ പട്ടണത്തില് ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ജോലിക്കോ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ല. നമുക്ക് ഈ സൈറൻ വരുമ്പോൾ നമുക്കൊരു സേഫ്റ്റി റൂം ഉണ്ട്. അതിനകത്ത് നമ്മൾ അടച്ച് അതിനകത്ത് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ സേഫ് ആണ്. ആ രാജ്യത്തിനകത്ത് നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സ്റ്റാഫിനെ സംബന്ധിച്ച് നമുക്ക് നല്ല സേഫ്റ്റിയാണ്. വലിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. കടന്നുപോയ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിനെ പെറുപെറുക്കാറുണ്ട്.
എന്നാൽ ചെറിയ പ്രശ്നങ്ങളെ അത് വലുതായി കാണാറുണ്ട്. അതൊരു പക്ഷേ രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, വേദനകളായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലായിക്കൊള്ളട്ടെ, നാം പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഈ ഒരു ഓരോ ടെസ്റ്റിമണികളും, ഈ ഒരു അനുഭവ സാക്ഷ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അത് ഒരു എൻകറേജ് ആകും. കാരണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ മറച്ചു വെക്കാൻ കഴിയത്തില്ല. അത് മറ്റുള്ളവരെ എല്ലാവരും അത് കേൾക്കണം, ഇത് വാച്ച് ചെയ്യണം. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കാണും. നിങ്ങൾക്കത് സന്തോഷമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായി വിടുന്ന ദൈവമല്ല. വേദനകൾ ആ ഒരു ഒക്ടോബർ മാസം 2023 7-ാം തീയതി ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്തൊരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷം. അത് എന്റെ കൂടെ ഉള്ളവരായാൽ പോലും, ഇന്ന് വാച്ച് ചെയ്യുന്ന എന്റെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, സങ്കടപ്പെട്ടു പോകരുത്, വചനം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ കർത്താവ് ആ ഒരു സാഹചര്യത്തില് എന്നെയും കർത്താവ് ഇടയാക്കി. കാരണം ഞാൻ ഏറ്റവും അപകടകരമേറിയ ഒരു പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പലരും എന്നെ അറിയാത്തവർ പോലും എന്നെ വിളിക്കാറുണ്ട്. എന്റെ പേര് വിളിച്ച് മീഡിയയിൽ കൂടെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. എന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇതിലൊന്നും ഒരു യോഗ്യത ഉള്ളവളല്ല ഞാന്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എനിക്ക് പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവരോടും വിളിച്ചു പറയുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടി ഒരുക്കി തന്നു. ആ രാജ്യത്ത് ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ അവസാനിക്കും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്നാൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി. വർഷത്തിന്റെ അവസാനം വരെ കാണുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നു. നാട്ടിൽ കടന്നു വന്ന് പേരൻസിനെയും അതുപോലെ തന്നെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങള് എല്ലാവരെയും കാണാൻ കർത്താവ് ഇടയാക്കി തന്നു. ദൈവ നാമ മഹത്വത്തിനു വേണ്ടി ഇങ്ങനെ കർത്താവ് ഒരുക്കി തരുന്ന ഓരോ സാഹചര്യങ്ങൾക്കായി ഈ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററോടും ആന്റിയോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ വ്യക്തികൾക്കും വേഗവരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുകയാണ്. ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രശ്നങ്ങളെക്കാൾ വലുതായി നമുക്കൊരു ദൈവമുണ്ടെന്ന് നമ്മളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. പിറുപിറുക്കാതെ ദൈവത്തിന്റെ സന്നിധിയോട് പറ്റിയിരിക്കാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന്, ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശ മാറാനാഥയാണ്. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. യുദ്ധമില്ലാത്തൊരു കാലം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മടങ്ങിവരവാണ് നമ്മുടെ പ്രത്യാശ. എന്തായാലും ഈ ഒരു വീക്കില് ഞാൻ നമ്മുടെ 1-2 റെക്കോർഡിങ്ങിൽ പറഞ്ഞൊരു വചനമാണ്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അടുത്തൊരു നമുക്കൊരു എക്സ്ക്ലൂസീവ് ഒരു ടെസ്റ്റിമണി വരുന്നുണ്ട്. അത് ഇസ്രായേലും ഇസ്രായേൽ രാജ്യവും യുദ്ധവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇസ്രായേൽ എന്ന പേരുമായിട്ട് ബന്ധമുള്ള ഒരു ടെസ്റ്റിമണിയാണ് വരുന്നത്. അപ്പോൾ ആ ടെസ്റ്റിമണിയിൽ വരുന്ന ദൈവ പൈതൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ശക്തി. അപ്പോൾ അന്നേരം ഞാൻ ഈ വചനം പറഞ്ഞു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാലേ, പ്രിൻസിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. നമുക്ക് ഡബിൾ വാഗ്ദത്തമാണ്. ഒന്ന്, ദൈവ പൈതൽ എന്ന നിലയിലൊരു വാഗ്ദത്തമുണ്ട്. 2, ഇസ്രായേൽ എന്ന നേഷനുള്ള വാഗ്ദത്തങ്ങളുടെ ഒരു ശക്തിയുണ്ട് നമ്മൾ ആ ദേശത്ത് താമസിക്കുമ്പോൾ. അപ്പോൾ ഇസ്രായേൽ എന്ന നേഷന് വേദപുസ്തകം പറയുന്ന ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറെ ദൈവമക്കൾ ആ ദേശത്ത് ജോലിക്ക് വേണ്ടി പോയി താമസിക്കുന്നവരുണ്ട്, അല്ലേ? എനിക്കൊന്ന് ആയിരക്കണക്കിന് സഹോദരിമാരും നേഴ്സസും ഒക്കെ ഇസ്രായേലിലുണ്ട്. നമ്മുടെ ദൈവമക്കളായിട്ട് തന്നെ ഉണ്ട്, അല്ലയോ? അതെ. അപ്പൊ അവരുടെ വാഗ്ദത്തങ്ങൾ പേഴ്സണൽ വാഗ്ദത്തങ്ങൾ, അപ്പൊ അതെല്ലാം കൂടെ കൂടി വരുമ്പോൾ സമാധാനത്തിന്റെ കുറെ നാളുകൾ കൂടെ ദൈവം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു അത്ഭുതമാണ് ഇസ്രായേൽ എന്ന രാജ്യം, ഒരു അത്ഭുതമാണ്. ഞാനും റോയ് പാസ്റ്ററും കൂടെ കൂടി എല്ലാ വീക്കിലും ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എന്ന മഹാത്ഭുതത്തെ കുറിച്ച്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടന്ന ആ ഒരു സംഭവങ്ങൾ, സിറിയയുമായിട്ട് ബന്ധത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. എങ്ങനെയാണ് എല്ലാ കാറ്റും ഇസ്രായേലിന് അനുകൂലമായിട്ട് വീശുന്നത്?
പലപ്പോഴും ലോകരാഷ്ട്രങ്ങളുടെ ചലനങ്ങളെയൊക്കെ ദൈവം ഇസ്രായേലിന് അനുകൂലമായിട്ട് അങ്ങ് മാറ്റുകയാണ്. ഈ സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യമാണ്, സകല നേഷൻസും സകല ജാതികളും അറിവാനിടയാകും യഹോവ തന്നെ ദൈവമെന്ന്. ഇതിന്റെയൊക്കെ ഒരു ഉത്തരമത, ആരാണ് ജീവനുള്ള ദൈവമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ അറിയുന്നത് ഇസ്രായേലിൽ കൂടിയാണെന്ന്, ഇസ്രായേലിന്റെ അനുഭവങ്ങളിൽ കൂടിയാണെന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ, ഇന്ന് സെക്യുലർ മീഡിയ ഒക്കെ പറയുന്നു ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇസ്രായേലിന് അനുകൂലമായിട്ട് അങ്ങ് സംഭവിക്കുന്നത് ബൈ ചാൻസ് ആണെന്ന് പറയുന്നു. നമ്മൾ പറയുന്നത് ബൈ ചാൻസ് അല്ല, അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ് എയർപോർട്ടിൽ അല്ലേ ഫ്ലൈറ്റ് കയറി മിനിറ്റുകൾക്കകം എയർപോർട്ടിൽ ബ്ലാസ്റ്റ് ഉണ്ടായി. അതെ അതെ. ഫ്ലൈറ്റ് സാധാരണ നമുക്ക് ഇത്തിഹാദ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ 1:55 2 മണിക്കാണ് നമ്മുടെ ആ ഫ്ലൈറ്റിന്റെ ടൈം. എന്നാൽ അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, അത് ദൈവിക കരുതൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. 12:45 ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവായി. അതെ, ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു. കാരണം ഒരു കാരണവശാലും ഫ്ലൈറ്റ് ലേറ്റ് ആകും, പക്ഷേ ഫ്ലൈറ്റ് നേരത്തെ ടേക്ക് ഓഫ് ചെയ്തെന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. എന്താ അത് അങ്ങനെ സംഭവിച്ചെന്ന് വല്ലതും അറിയാമോ? അങ്ങനെ ഒരു എന്ത് കാരണം കൊണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് നേരത്തെ ടേക്ക് ഓഫ്? ഒരു മാസം മുമ്പ് എയർപോർട്ടിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കരുതി ഇനി അടുത്തത് ഇനി എപ്പോഴാ എന്താണെന്ന് അറിയത്തില്ല. കാരണം നിരന്തരമായി ടെല്ലവീവ് ബെൻഗുറിയോൺ എയർപോർട്ടിന്റെ ആ ഒരു സമീപത്ത് ഭയങ്കര അപകടം സംഭവിക്കുന്ന ഒരു സമയമാണ്, എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി. എന്നാൽ ഞങ്ങളുടെ ആ ഒരു ടൈം ഫ്ലൈറ്റ് ടിക്കറ്റിൽ 12:55 12:50 ഞങ്ങളുടെ ടൈം. 12:30 12:45 ആ ഒരു സമയമാണ് കറക്റ്റ് ടൈം വെച്ചിരുന്നത്. 12:45 ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഞങ്ങള് പിന്നെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമല്ലോ. കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ 1:55 1 മണിക്കൂർ മുമ്പേ ടേക്ക് ഓഫ് ആയി. അതെ, നമ്മുടെ ഫ്ലൈറ്റ്. അത് ഭയങ്കര ഒരു മിറക്കിളായി. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്ന, കർത്താവേ ദൈവത്തിന്റെ ആ ഒരു കരുതല്. അങ്ങനെ ഞങ്ങൾ അബുദാബി ചെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വൈഫൈ ഓൺ ചെയ്ത് നോക്കുമ്പോൾ പലർക്കും മെസ്സേജ് വന്നു, നിങ്ങൾ സേഫ് ആണോ, നിങ്ങൾ അവിടെ എത്തിയോ? അപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ എയർപോർട്ടില് ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തതിന് കഴിഞ്ഞപ്പോൾ പലർക്കും അപ്പോൾ അലാറം വന്നു, സൈറൻ വന്നു. അപ്പൊ നമ്മൾ അറിയുന്നില്ല എന്താ കാര്യമെന്ന് അറിയുന്നില്ല. അതായത് നിങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അലാറം വന്നു. അലാറം വന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി ഓപ്പൺ ആണ്, കോംഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോഴത്തേക്കും പലർക്കും അലാറം വന്നു, പക്ഷെ മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ പൈലറ്റും പലരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അവിടെ അനൗൺസ് ചെയ്തു, നമ്മളത് കേൾക്കുന്നില്ല. കാരണം ആൾക്കാർ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ശബ്ദം കാരണം നമ്മളത് കേൾക്കുന്നില്ല, ശ്രദ്ധിച്ചില്ല. അങ്ങനെ അബുദാബിയിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഗ്രൂപ്പിനകത്ത്, വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, നിങ്ങൾ സേഫ് ആയിട്ട് അവിടെ എത്തിയല്ലോ അല്ലേ, ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, കുറെ മണിക്കൂറത്തേക്ക് എയർപോർട്ട് അടച്ചിട്ടു എന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ കുറെ കൂടെ ഡിലേ ആയേനെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒക്കെ പലതും ക്യാൻസൽ ആക്കിയേനെ. എല്ലാം ദൈവത്തിന്റെ ഒരു കരുതലെന്നല്ലാതെ പാസ്റ്ററെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഈ നിമിഷം വരെയും വലിയ അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിൽ നടക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു എന്തെങ്കിലും ഒരു ആക്രമണ സാധ്യതയുണ്ടെങ്കിൽ, മിസൈലുകൾ വരുന്നുണ്ടെങ്കിൽ വേഗത്തിൽ എല്ലാവരുടെയും മൊബൈലിൽ അലാറം വരും അല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് അതൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഗവൺമെന്റ് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനാ? അതെ, നമ്മളത് നമുക്ക് അവർ തന്നേക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അലാറം നമ്മുടെ ഫോണിനകത്ത് ഭയങ്കര സൗണ്ടിൽ അലാറം അടിക്കുമ്പോഴേക്കും നമുക്ക് തന്നേക്കുന്ന ഒരു സേഫ്റ്റിയാണ്, നമ്മൾ അപ്പോൾ തന്നെ റൂമിലേക്ക് കടന്നിരിക്കണം. അതാണ് നമ്മുടെ അലാറം. അതായത് സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറണം. അതെ അതെ. നമുക്കിപ്പം ഈ അവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാല് എത്ര യുദ്ധം എന്ന് പറഞ്ഞാലും ആൾക്കാർ ജോലിക്ക് പോകും. അപ്പൊ നമുക്ക് റോഡ് സൈഡിൽ പലയിടങ്ങളിൽ ബങ്കറുകളുണ്ട്. വണ്ടി നിർത്തിയിട്ട് അതിനകത്ത് കയറാനുള്ള സമയം വരെ നമുക്കുണ്ട്. സൈറൻ അടിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ എവിടാണോ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം അവിടെ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ബങ്കറിലേക്ക് കയറുക. നമുക്ക് പുറത്തെല്ലാം ബങ്കറുകളുണ്ട്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെന്ന് വെച്ചാൽ അവിടെയും നമുക്ക് പോകുന്നിടത്ത് ബങ്കറുകളുണ്ട്. ആ സേഫ്റ്റി റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ സംവിധാനമുണ്ട് നമുക്ക്. വീടിനകത്ത് മാത്രമല്ല പുറത്തും ഉണ്ട് നമുക്ക്. കാരണം യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ ഒക്കത്തില്ല, എല്ലാ ദിവസവും യുദ്ധമാണ്. അതെ അതെ, എപ്പം വേണമെങ്കിലും മിസൈൽ വരും. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് മിസൈലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ആയിരക്കണക്കിന് മിസൈലുകൾ. പക്ഷെ അതിനെല്ലാം ഒട്ടുമുക്കാലും മിസൈല് വീഴാതെ
അതെ, അയൺ ഡോംബ് അത് വലിയൊരു സംവിധാനമാണ്. അയൺ ഡോംബ് അയൺ ഡോം അതിനെ പ്രതിരോധിക്കും. അതെ അതെ പണ്ടൊരിക്കൽ ഒരു ദേവദാസന് ഈ നമ്മുടെ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ഈ സ്കഡ് മിസൈലിനെ കുറിച്ച് വേദോസത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അന്ന് സ്കഡ് മിസൈലാണല്ലോ ഇറാഖ് ഇസ്രായേലിന് നേരെ അയക്കുന്നത്. അപ്പം ആ ദേവദാസൻ പറഞ്ഞൊരു വചനമാണ് വേദോസത്തിൽ 91-ാം സങ്കീർത്തനത്തിലുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രം. അപ്പം പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരു അമ്പ് ചെയ്യുന്നത് പോലെ മിസൈലുകൾ വരികയാണ്. പക്ഷെ വചനം എന്താ? പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല. അയൺ ഡോമിന്റെ ഒന്നും ശക്തിയല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാ ഇസ്രായേലിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. എനിക്ക് തോന്നുന്നു ആ ഫ്ലൈറ്റ് പെട്ടെന്ന് പറഞ്ഞാട്ടെ. അതെ, വചനത്തിൽ പറയുന്ന അത് അതുപോലെ തന്നെ നിവർത്തിയായിക്കൊണ്ടിരിക്കും. നമ്മളെ യെശയ്യാവ് യിരെമ്യാവിന്റെ പുസ്തകം ഓരോ വചനത്തിൽ നോക്കുമ്പോഴും അത് അതുപോലെ തന്നെ നിവർത്തിയായിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിനെ നശിപ്പിക്കാനോ തോൽപ്പിക്കാനോ അത് ആർക്കും കഴിയത്തില്ല. ഇനി ആരൊക്കെ വന്നാലും ശരി, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ ഒരു രാജ്യമാണ്, ചെറിയൊരു രാജ്യമാണ്. പക്ഷേ പലരും നശിപ്പിക്കാനായിട്ട് എഴുന്നേൽക്കുന്നു എങ്കിൽ പോലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒത്തിരി പ്രവചനങ്ങൾ നമ്മൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ കേട്ടിട്ടുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. എന്നാൽ വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വാക്യം വായിക്കാം സിസ്റ്റർ. നമ്മൾ റോയ് പാസ്റ്ററുമായിട്ടുള്ള നമ്മുടെ സെഷനിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള സെഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് ദൈവാത്മാവ് ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ തന്ന സങ്കീർത്തനമായ 83-ാം സങ്കീർത്തനം, അതിനകത്ത് പറയുന്ന വാക്യം, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനിയും ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. അപ്പോൾ അവിടെ കുറേ രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. അശൂരും, അതായത് അമോന്യരും, അമാലേക്കും, ഫെലിസ്ത്യരും, സോർ നിവാസികളും, അശൂരും എല്ലാം യോജിച്ചിട്ട് ലോത്തിന്റെ മക്കൾ അവർക്ക് സഹായമായി. മിദ്യാൻ ഒക്കെ ഒത്തിരി രാജ്യങ്ങളുടെ പേര് 53-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ് ഒരു വലിയ കോൺഫെഡറേഷൻ, ഒരു കൊയാലേഷൻ ഇസ്രായേലിനെതിരെ നിൽക്കുകയാണ്. ഇവരെ തകർക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ 83-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ പറയുന്നത്, അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കും, നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവഭൂമിക്ക് മീതെ അത്യുന്നതനെന്ന് അറിയും. ഈ രാജ്യങ്ങളെല്ലാം, ഈ നേഷൻസ് എല്ലാം ഈ സംഭവങ്ങളിലൂടെ അറിയുന്നത് ദൈവം ആരാണ്, ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിന്റെ നാഥനാകുന്ന കർത്താവ്, അവന്റെ മഹത്വം, അവന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്നാണ് ഈ നാളുകളിലെ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കോയിൻസിഡൻസ് അല്ല. ഇന്ന് സിറിയയിൽ സംഭവിച്ചതൊന്നും കോയിൻസിഡൻസ് അല്ല. ഓരോ യുദ്ധങ്ങളും ഇസ്രായേലിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ ദിവസം റോയ് പാസ്റ്റർ അത് പറഞ്ഞു, നമ്മുടെ സെഷനിൽ പറഞ്ഞു. ഓരോ ക്രൈസിസും, ലോകത്തിലുണ്ടാകുന്ന ഓരോ ക്രൈസിസും ഇസ്രായേലിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. 2 ലോക മഹായുദ്ധങ്ങളും ഇസ്രായേലിന് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ സിറിയയിലുണ്ടായ സംഭവം ഇസ്രായേലിന് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവരുടെ അതിര് വിസ്താരമായി. ഓരോ യുദ്ധം കഴിയുന്തോറും ഇസ്രായേലിന്റെ അതിരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ റീസെന്റ് ഈ ഡിസംബർ മാസത്തിൽ സിറിയയുടെ ഭരണകൂടം വീട് കഴിഞ്ഞപ്പോൾ ഗോലാൻ കുന്നുകളും മറ്റും പിടിച്ചെടുത്ത് ഇസ്രായേല് ഒരു ബഫർ സോൺ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് സിറിയയുമായിട്ടുള്ള അതിരുകളിൽ. അങ്ങനെ അവർ വളർന്നുകൊണ്ടിരിക്കുക. എന്തായാലും ദൈവം സഹായിക്കട്ടെ, നിങ്ങളെയൊക്കെ കർത്താവോട് പരിപാലിക്കട്ടെ. ഇസ്രായേലിലുള്ള നമ്മുടെ സഹോദരികളെ, സഹോദരന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രിൻസിസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കാണുന്ന എല്ലാ ദൈവമക്കളും എല്ലാവർക്കും ഇത് ഒത്തിരി സമാധാനവും സന്തോഷവും, ഒത്തിരി എൻകറേജ്, ഒത്തിരി സപ്പോർട്ട്. കാരണം ഒത്തിരി വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. പ്രശ്നങ്ങളെ വലുതായി കണ്ട് ഈ ലോകത്തിൽ ഒത്തിരി തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഈ യുദ്ധഭൂമിയിൽ നിന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയാൻ കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും ഈ ഒരു സാക്ഷ്യം കേൾക്കുക, ദൈവസന്നിധിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. കാരണം 2024 അവസാനം കാണുമോ എന്ന് പോലും പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് 2024 അവസാനം കാണുവാൻ എല്ലാവരെയും ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ദൈവദാസനും ആന്റിക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും. പ്രിൻസിസ്റ്റർ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു ബലപ്പെടുത്തി. കർത്താവെ, അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ കുടുംബം, ആന്റി, കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ലോകമെമ്പാടും രാജ്യങ്ങൾ തോറുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ കരത്തിലേക്ക് അടിയൻ സമർപ്പിക്കുന്നു. 2024 ഡിസംബർ മാസം 11 തീയതി ഈ ഉച്ച സമയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, ഇങ്ങനൊരു അവസരം അടിയൻ ഒരുക്കി തന്നതിനായി സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവോട് അത്ഭുതം പ്രവർത്തിക്കണം. അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക, സാമ്പത്തിക എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. ഒറ്റപ്പെടലുകളും വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി കർത്താവ് പുത്തൻ വഴികളും വഴിത്താരകളും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ഞങ്ങളത് തിരിച്ചറിയുന്നു. ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാല് ഈ ആസാദി യൂട്യൂബ് ചാനലില് കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, അതുപോലെ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ പിന്നി പാസ്റ്റർക്കായി സ്തോത്രമംഗളിനായി പ്രിയ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണമോൾക്കായി കർത്താവെ, കുഞ്ഞിനമോ മകനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചാനല് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണം. ഇതിനകത്ത് കടന്നു വന്ന് സാക്ഷ്യം പറയുന്ന എല്ലാ ദൈവമക്കളും, എല്ലാ കുഞ്ഞുങ്ങളെയും, കടന്നു വരാനുള്ളവരെല്ലാം ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. വലിയ അനുഗ്രഹവും വിടുതലും നന്മയ്ക്കും കാരണമാക്കണം. കർത്താവിന്റെ ദാസന്റെ കുടുംബത്തിന്റെ ശുശ്രൂഷകളെ മാനിക്കണം, അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എല്ലാവരെയും മറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തുവിന്റെ പത്രമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2025 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കണം. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. സകല വിഷയങ്ങളും ദൈവകരത്തിലേക്ക് പരമേൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ കർത്താവെ, ദൈവകരത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുസരണവും സമർപ്പണവും താഴ്മയോട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹ വിഷയമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മളെല്ലാവരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച സിസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇത് മുതൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു ആന്റി. അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കിന്റെ നടുവിൽ നമുക്ക് വേണ്ടി ഈ സമയം മാറ്റിവെച്ചാൽ പ്രത്യേകമായിട്ട് നാട്ടിൽ വരുമ്പോൾ നടക്കത്തില്ല. അതെ, പെട്ടെന്ന് ഞാൻ ആന്റി എന്ന് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. കാരണം ദൈവനാമഹത്വത്തിന് വേണ്ടി എവിടെയും നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്കൊരു ലജ്ജയില്ല. അനേകരിത് കേൾക്കണം. ആന്റി എന്ന് പറഞ്ഞ് നമുക്ക് നാട്ടിൽ വരുമ്പോ അങ്ങനെ കർത്താവ് ഒരു സാവകാശം ഇത് പെട്ടെന്ന് ഒരുക്കി തന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ പ്ലാൻ ചെയ്താലൊന്നും നടക്കത്തില്ല. ഏത് സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. അതെ അതെ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുക. ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വെക്കേഷന് കുറച്ച് സമയമുള്ളു. നമ്മുടെ പ്രിയപ്പെട്ടവരോട് സമയം ചെലവഴിക്കണം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതിന്റെ എല്ലാം നടുവിൽ നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു. God bless you all. Have a wonderful day. Oh, God bless you. Oh, thank you.